മഴത്തോരു മുമ്പിൽ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ കാര്യങ്ങളൊക്കെ അലീന രേവതിയെ വിളിച്ച് പറയണേ. രേവതി ചെറിയ പിണക്കത്തിലാണ്. ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞില്ലല്ലോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ രോഹിത്തിനടുത്ത് പറഞ്ഞായിരുന്നല്ലോ നിന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന്. അത് പറഞ്ഞായിരുന്നു. രോഹിത്തേട്ടനാണോ എന്നെ വിളിച്ച് പറയേണ്ടതെന്നൊക്കെ ചോദിച്ച് പിണങ്ങുന്നുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, രോഹിത്ത് പറഞ്ഞല്ലോ, നീ കാര്യം അറിഞ്ഞല്ലോ, എന്താ ചേച്ചി എന്നെ വിളിക്കാഞ്ഞെന്നും പറഞ്ഞ് രേവതി പിണങ്ങുന്നുണ്ട്. ചേച്ചി ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് 1000 ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ പറയാം, നീ എനിക്ക് പറയാനൊരു അവസരം തരാൻ പറയാണ്. എന്നാൽ ചേച്ചി പറഞ്ഞോളാം പറയാണ്. ഞാനും അച്ഛനും ഇങ്ങോട്ടുള്ള യാത്രയുടെ ഇടയിൽ ഒരു പാലത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് അച്ഛൻ വണ്ടി നിർത്തുകയാണ്. അതിനുശേഷം അച്ഛൻ പറയാണ്, നമ്മളിപ്പം പോകുന്ന സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലേക്കാണെന്ന്. അയാൾ ഒരു പട്ടാളക്കാരനാണെന്നും പറഞ്ഞു, ഒരു കേണൽ, റിട്ടയേർഡ് കേണൽ. അപ്പോൾ രേവതി പറയണം, ആഹാ, ഇവിടുത്തെ അങ്കിള് ഒരു പട്ടാളക്കാരനാണല്ലോ. അപ്പം ബാക്കി വിശേഷങ്ങൾ പറയുന്ന രേവതി പറയാണ്. അതിനുശേഷം വേറൊരു കാര്യം പറഞ്ഞ് അത് കേൾക്കുമ്പോഴാണ് നീ ഞെട്ടുന്നത്. അപ്പോൾ രേവതി പറയുന്നതാണ്, ഞാൻ ഞെട്ടത്തെയൊന്നുമില്ല, ചേച്ചി പറയാണ്. സ്റ്റാൻലി ജോസഫുമായിട്ടാണ് പണ്ട് വൈജ മാഡത്തിന് ആഗ്രയിൽ വെച്ച് അടുപ്പമുണ്ടായിരുന്നെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ രേവതി ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്താ ചേച്ചി പറഞ്ഞേ? അപ്പം സ്റ്റാൻലി ജോസഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ എൻ്റെ പപ്പയ, വൈജയന്തിയുടെയും സ്റ്റാൻലി ജോസഫിൻ്റെയും മകളാണ് ഈ അലീന എന്ന് അലീന രേവതി അടുത്ത് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ രേവതി ഞെട്ടുന്നുണ്ട്. ദൈവമേ, ഇത് സത്യമായാൽ മതി. ഇത് ആരാ ചേച്ചിയുടെ പറഞ്ഞേ, ആരാ ഇത് കണ്ടുപിടിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പാവം അച്ഛന് എന്നെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണമെന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പം അച്ഛന് കണ്ടെത്തിയ സ്ഥലമാണിത്. സ്വന്തം പപ്പയുടെ കയ്യിൽ തന്നെ എന്നെ ഏൽപ്പിച്ചു അച്ഛൻ, സുരക്ഷിതമായി കൊണ്ടുവന്ന് പപ്പയുടെ കയ്യിൽ ഏൽപ്പിച്ചെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ രേവതി പറയാണ്, ചേച്ചി പറ, അവിടെ എന്തൊക്കെ വിശേഷം, ആരൊക്കെയുണ്ട്, ആ വീട്ടിൽ ആരൊക്കെയുണ്ട്, പപ്പ എങ്ങനെയാണ് ചേച്ചിയെ കണ്ടപ്പോൾ ഓടി വന്ന് മോളെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചോ, എന്തൊക്കെയാണ് ചേച്ചി എന്തോ ചെയ്ത്, ചേച്ചി സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പം അലീന പറയാണ്, നീ പറഞ്ഞതൊന്നുമല്ല നടന്നത്, മറ്റ് ചിലതാണ് നടന്നതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പം രേവതി പറയാണ്, പിന്നെന്താ അവിടെ നടന്നത്? എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്നിട്ട് ഷേക്കാൻ്റെ തരാനാണ് ഒരുങ്ങിയത്. ഹലോ അലീന എന്നാണ് പറഞ്ഞത്. അപ്പം ചേച്ചി എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. ഇതാണ് എൻ്റെ പപ്പയെന്ന് നേരിട്ട് കണ്ടപ്പോഴുള്ള ഷോക്കിലാണ് ഞാൻ അങ്ങനെ നിന്ന് പോയെന്ന് പറയാണ്. അപ്പോൾ ഉടനെ രേവതി പറയണം, അങ്ങനെയാണോ ഒരച്ഛൻ മകളെ കാണുമ്പം ഹലോ അലീന എന്നാണോ പറയേണ്ടത്? കെട്ടിപ്പിടിക്കുകയല്ലേ ചെയ്യുന്നത്, അങ്ങനെയല്ലേ എല്ലാവരും ചെയ്യുന്നത്? രേവതി പറയാണ്. അപ്പം അലീന പറയാണ്, ഇവിടെ അങ്ങനെയാണ്, ഇവിടെ കേണൽ സാബ് ഒരു പട്ടാള ചിട്ടയിലാണ് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകുന്നത്. എല്ലാവരും പേടിച്ച് വിറച്ചാണ് നിൽക്കുന്നത്. ഇവിടെ മറ്റാരുമില്ല, കുറേ ജോലിക്കാരുണ്ട്, 2-3 ജോലിക്കാരുണ്ട്, പിന്നെ വൈഫും കുട്ടികളൊക്കെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അവർ അഞ്ചലിൽ വേറൊരു വീട്ടിലാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇങ്ങോട്ട് മറ്റാരും വരാറില്ലെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ രേവതി ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് അവിടെ പേടിയാവത്തില്ലേ? ആദ്യമൊക്കെ ഞാൻ ഒറ്റപ്പെട്ട പോലെയാണ്, ഇനി പതുക്കെ പതുക്കെ ശരിയായി വരുമെന്ന് അലീന പറയുന്നുണ്ട്. അപ്പം ചേച്ചിക്ക് അവിടെ ഇഷ്ടപ്പെട്ടോ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. നമ്മളങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ലല്ലോ മോളെ. അച്ഛന് ഏറ്റവും സുരക്ഷിതമെന്ന് അച്ഛന് തോന്നിയ സ്ഥലത്ത് എന്നെ കൊണ്ടാക്കി, ഞാൻ ഇവിടെ തന്നെ താമസിക്കും. പിന്നെ എൻ്റെ പപ്പയെന്ന് പറയുന്ന ആളെ അച്ഛൻ കണ്ടുപിടിച്ച് തന്നു. ഇതിൽ കൂടുതൽ എൻ്റെ അച്ഛൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാണ്. അപ്പം രേവതി പറയുന്നുണ്ട്, അത് ശരിയാ അങ്കിള്, ഇതിൽ കൂടുതൽ ചേച്ചിക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ചേച്ചിയുടെ പപ്പ ചേച്ചിയോട് സംസാരിക്കുമോ? എങ്ങനെ, നല്ല സ്നേഹത്തോടൊക്കെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല, വല്ലപ്പോഴും എന്തെങ്കിലും സംസാരിക്കും, അങ്ങനെ സ്നേഹത്തോടൊന്നുമില്ല, എപ്പോഴും ഓർഡർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ എല്ലാവരും ഒരു അടുക്കും ചിട്ടയൊക്കെ ആയിട്ട് ഒരു പട്ടാള ചിട്ട പോലാണ് കഴിയുന്നത്. എന്തൊക്കെ പറയാം, എന്തൊക്കെ ചെയ്തുകൂടാന്നൊന്നും എനിക്കറിയത്തില്ല മോളെ, ഇനി പതിയെ എല്ലാം പഠിച്ചു വരണമെന്ന് പറയാണ്. ചേച്ചിയുടെ പപ്പയെന്ന് പറയുന്ന ആൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പം അവിടെ ഇനി പ്രശ്നം ഉണ്ടാവത്തില്ലേ? ചേച്ചിക്ക് ഇവിടെ വൈജ മാഡത്തിനുണ്ടായ പ്രശ്നങ്ങളൊക്കെ അവിടെയും ഉണ്ടാവത്തില്ലേ? അവിടെയും കുടുംബകലഹം ഉണ്ടാവത്തില്ലേ? അവിടെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവത്തില്ലേ എന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ അലീന പറയാണ്, അറിയത്തില്ല മോളെ, ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നത്, ഇനി അറിയുമ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. അവിടെ നിന്ന് പ്രശ്നങ്ങളെല്ലാം വന്ന് പേടിച്ച് ഓടിയാ ഇങ്ങോട്ട് പോരുന്നത്. അപ്പം ഇവിടെ വരുമ്പോൾ അതിനൊക്കെ വലിയ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല എന്ന് അലീന പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ചേച്ചി വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും, ചേച്ചിക്ക് എന്ത് വിഷമം ഉണ്ടായാലും എന്നെ വിളിക്കാൻ മറക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും സംസാരിച്ചതിന് ശേഷം ഫോൺ വെക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ പൗലോസ് ആണെങ്കിൽ ആൻ്റപ്പൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആൻ്റപ്പേട്ട, നമ്മുടെ ബൈജു ആണെങ്കിൽ ഔതക്കുട്ടി അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൻ പറയുന്നത് ആ കൊച്ചു കേണൽ സാവൻ്റെ ആരുമല്ല, ഇത് വേറെ എന്തോ കേസാണെന്ന് അവൻ പറയുന്നതെന്ന് പൗലോസ് ആൻ്റപ്പൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആൻ്റപ്പൻ പറയുന്നുണ്ട്, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ പോയത്? അവിടെ സാറെങ്ങാനും കേണൽ സാബെങ്ങാനും അറിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, നിനക്ക് വല്ല പിടിയുണ്ടോ? എന്തിനാ അവൻ വിളിച്ചു പറയാൻ പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയത്തില്ല, പെൺകുട്ടി ഇവിടെ വന്നത് ശരിയല്ലെന്ന് അവൻ പറയുന്നത്. ആ കാര്യം അവതക്കുട്ടി അയച്ചതെന്ന് വിളിച്ച് പറയാം എന്നും പറഞ്ഞുകൊണ്ടാണ് വിളിച്ച് പറഞ്ഞെന്ന്
പറയുന്നുണ്ട് പൗലോസ് ആൻ്റപ്പൻ്റെ അടുത്ത്. അപ്പോൾ ആൻ്റപ്പൻ പറയുന്നുണ്ട്, എന്തായാലും അങ്ങനെയാണെങ്കിൽ അവതക്കുട്ടിച്ചായൻ ഉടനെ എത്തും. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഇനി നിങ്ങളുടെയൊക്കെ ജോലി കാണുമെന്ന് മാത്രം കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പൗലോസ് ഒന്നും പേടിക്കുന്നുണ്ട്. ഇനി ഞാനൊന്നും ചെയ്തില്ലല്ലോ, ബൈജു അല്ലേ വിളിച്ച് പറഞ്ഞേ, എന്തായാലും കാണാം എന്നും പറഞ്ഞുകൊണ്ട് ആൻ്റപ്പൻ അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ പൗലോസ് ഒന്ന് പേടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവതക്കുട്ടിയുടെ കാറ് വരികയാണ്. അവതക്കുട്ടിയുടെ കാർ അങ്ങനെ വരുന്നത് ആൻ്റപ്പൻ കാണുന്നുണ്ട്. അപ്പം ആൻ്റപ്പനും മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെ ഈ വരാക്കോന്ന്. അങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെയാണ് അവതക്കുട്ടി വരുന്നത്. അപ്പം ആൻ്റപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയത്തില്ലെന്ന് വിചാരിച്ചോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പറയുന്നത്. നീ കാറിൻ്റെ ഡിക്കി തുറന്നിട്ട് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരാൻ പറയണേ. അങ്ങനെ ആൻ്റപ്പൻ അങ്ങോട്ട് പോവാണ്. സ്റ്റാൻലി ഇല്ലയെന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ട് കേണൽ സാബ് അകത്തുണ്ടെന്ന് പറയാണ്. പെങ്കൊച്ചോ അതുകൊണ്ടെന്ന് പറയാണ്. അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഉറക്കെ ലാലിച്ച എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം സ്റ്റാൻലി ഇറങ്ങി വരുന്നുണ്ട്. അപ്പനെന്താ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ വന്നതെന്ന് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. എന്താടാ എനിക്കൊരു മുന്നറിയിപ്പില്ലാതെ ഇങ്ങോട്ട് വന്നൂടെ എന്ന് ചോദിക്കുകയാണ്. അല്ല, സാധാരണ അപ്പം വിളിച്ച് പറഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്, ഇവിടെ എന്തൊക്കെയാടാ നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്താ അപ്പ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഞാനിവിടെ ഇല്ലെങ്കിലും ഒരു കാര്യവും അറിയത്തില്ലെന്ന് നീ വിചാരിച്ചോ? ആ പെങ്കൊച്ചിനെ കാണാൻ പാലേ പോയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ അതിനെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കല്ലേ, നീ വിചാരിക്കുന്ന പോലൊന്നും കാര്യം നിൽക്കത്തില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. ഏതോ ഒരുത്തൻ പാലയിൽ നിന്ന് വന്നിട്ട് നിനക്കൊരു മോളുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ നിനക്ക് പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പനോട് ഇതൊക്കെ ആരാ വിളിച്ച് പറഞ്ഞത്, ആര് പറഞ്ഞിട്ട് അപ്പൻ ഇപ്പം വന്നത്? അപ്പം ഉടനെ അവതക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞത് ശരിയില്ലേ, ആ പെൺകുട്ടി ഇപ്പോൾ ഇവിടെ ഉണ്ട്, അവളെ ഇവിടെ ആണോ നിർത്തിയേക്കുന്നത്, ഇവിടെ ആര് കൊണ്ടുവന്ന് എന്നൊക്കെ ചോദിച്ചിട്ട് ചൂടാവുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പൻ ഇരിക്കും, ഞാൻ പറയാം കാര്യങ്ങളൊക്കെ, നീ കാര്യങ്ങളൊന്നും കൂടുതൽ പറയണ്ട, ആ പെൺകൊച്ചിനെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടോണം എന്ന് പറയുകയാണ്. അങ്ങനെ അവതക്കുട്ടി ദേഷ്യോടെ അവിടെ ഇരിക്കുകയാണ്. അപ്പം സ്റ്റാൻലി വന്നിട്ട് പറയണം, അപ്പം തോന്നുന്നുണ്ട് എവിടെ കിടന്ന് ഒരു പെൺകൊച്ചിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന്, എൻ്റെ സ്വന്തം മോളാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമല്ലേ ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവരത്തുള്ളൂ എന്ന് സ്റ്റാൻലി പറഞ്ഞ് അവതക്കുട്ടിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, നീ ഒന്നും ഇങ്ങോട്ട് പറയണ്ട, എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടണം, ആ പാലക്കാരനെ വിളിച്ചു വരുത്തി അവൻ്റെ കൂടെ തന്നെ പറഞ്ഞു വിട്ടണം. ഏതെങ്കിലും ഒരുത്തം വന്ന് നിനക്കൊരു മോളുണ്ടെന്ന് പറഞ്ഞാൽ ആ പെങ്കൊച്ചിനെ വിളിച്ച് വീട്ടിൽ കയറ്റിയാണെന്ന് ധരിച്ചത്, അത് നാളെ എന്തൊക്കെ ദുരിതമാവുമെന്ന് നിനക്കറിയാമോ? ഞാൻ നിന്നോട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം, അതുകൊണ്ട് മര്യാദയ്ക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിട്ടോണമെന്ന് പറഞ്ഞാണ്. സ്റ്റാൻലി എന്തൊക്കെ പറഞ്ഞിട്ടും അവതക്കുട്ടി കേൾക്കാൻ തയ്യാറില്ല. അതുകൊണ്ട് ഇനി നിൻ്റെ തീരുമാനം ഒന്നും അറിയേണ്ട ആവശ്യമില്ല, എൻ്റെ തീരുമാനമാണ് ഇത്, വിട്ടത് ആ പെങ്കൊച്ചിനെ പറഞ്ഞു വിടണമെന്ന് പറയാണ്. ആ പെങ്കൊച്ച് എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ്. അവളോട് അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാമെന്ന് അവതക്കുട്ടി പറയുന്നുണ്ട്. ഈ സമയത്താണ് അലീന മോളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പം അവതക്കുട്ടി ചോദിക്കുന്നുണ്ട്, ആ പെങ്കൊച്ച് എന്ത് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, തോ വരുന്നതെന്ന് പറയണം. അങ്ങനെ അലീന അവിടുന്ന് ഇറങ്ങി വരുന്നത് കണ്ട് അവതക്കുട്ടി അങ്ങോട്ട് നോക്കുന്നുണ്ട്. അവതക്കുട്ടി അങ്ങോട്ട് നോക്കി അവതക്കുട്ടി അകപ്പാടെ ഞെട്ടുന്നുണ്ട്, ഞെട്ടി ചാടി എണീക്കുന്നുണ്ട്. അവതക്കുട്ടിയുടെ മുഖത്തുണ്ടായിരുന്ന ആ ദേഷ്യമൊക്കെ അങ്ങ് പോവുകയാണ്. തൻ്റെ അമ്മ ചിന്നമ്മയെ പോലെ തന്നെ ഇരിക്കുന്ന അലീനെ കണ്ട് അവതക്കുട്ടി ഞെട്ടുവാണ്. അപ്പോൾ ഉടനെ സ്റ്റാൻലി പറയുന്നുണ്ട്, ഇതെൻ്റെ അപ്പനാണെന്ന് അലീനയോട് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവതക്കുട്ടിയാണെങ്കിൽ കണ്ണെടുക്കാതെ അലീനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ കൊച്ചിതാ പാലയിൽ നിന്ന് വന്ന് അലീന ഇതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അവതക്കുട്ടി ഞെട്ടിലോടെ ഇങ്ങനെ നിൽക്കുകയാണ്. അവതക്കുട്ടിയാണെങ്കിൽ അലീനയെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. അലീനയാണെങ്കിൽ കുറച്ച് പേടിച്ചാണ് അലീന അടുത്തോട്ട് ചെല്ലുന്നത്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പം അലീനെ കണ്ടിട്ട് എൻ്റെ മകളല്ലെന്ന് അപ്പന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് അവതക്കുട്ടിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അലീന അവതക്കുട്ടിയുടെ അടുത്തേക്ക് തന്നെ ചെല്ലുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവതക്കുട്ടിക്ക് വിശ്വസിക്കാൻ വയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അലീന അടുത്തോട്ട് ചെല്ലുമ്പോൾ അവതക്കുട്ടി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എൻ്റെ ചിന്നമ്മ പോലതുണ്ട്, എനിക്കൊരു സംശയമില്ല, ഇത് നിൻ്റെ മകളാണ്, എൻ്റെ ചിന്നമ്മയാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്കും അലീനയ്ക്കും അതുപോലെ സന്തോഷമാവുന്നുണ്ട്. ഇതൊക്കെ ഒളിഞ്ഞു നിന്ന് ആൻ്റപ്പനും പൗലോസും ബൈജുവും കാണുന്നുണ്ടായിരുന്നു. ആൻ്റപ്പനും അതുപോലെ സന്തോഷമാവുന്നുണ്ട്. അതുപോലെ പൗലോസിനും ബൈജുവിനും ആകെപ്പാടെ വിഷമാവുന്നുണ്ട്. കാരണം അവരുദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ അലീനെ അവിടുന്ന് പുറത്താക്കുമെന്ന് പ്രതീക്ഷിച്ചാണ്. പക്ഷേ അത് നടന്നില്ല. അവർ വിചാരിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നടന്നത്. അവതക്കുട്ടിയും കൂടെ അലീനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അവതക്കുട്ടിയും അലീന ആ വീട്ടിലെ കുട്ടിയാണെന്ന് അംഗീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ ആകപ്പാടെ വിഷമത്തിലാണ് പൗലോസും ബൈജുവും.